ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന ചാപ്റ്ററാണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 3 ആണിത്. +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 4 ആണിത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 3 ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തു. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലോ ചാർട്ട്സിനെ കുറിച്ചാണ് പഠിച്ചത്. എങ്ങനെയാണ് ഫ്ലോ ചാർട്ട്സ് വരയ്ക്കേണ്ടത്, അതിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് എന്തൊക്കെയാണെന്നും അതുപോലെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൂടി നമ്മൾ ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഫ്ലോ ചാർട്ട്സിൻ്റെ കുറച്ചുകൂടി എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അധികം വൈകാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് പ്രോബ്ലം ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോഗ്രാം. അപ്പോൾ ആദ്യം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ അൽഗോരിതമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ എന്ന് പറയുന്നത് L ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമുക്കിവിടെ ഇൻപുട്ടായിട്ട് വേണ്ടി വരുന്നത് എന്തൊക്കെയാണ്? ലെങ്ത്തും ബ്രെഡ്ത്തും. ആ വേരിയബിൾസിന് നമുക്ക് L ആൻഡ് B എന്ന് കൊടുക്കാം. ലെറ്റ് L ആൻഡ് B the variables for length and breadth. Then and P and A variables for perimeter and area. പെരിമീറ്ററും ഏരിയയും സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേരിയബിൾസ് ആണ് പിയും എയും. ഇനി നമുക്ക് അൽഗോരിതം എഴുതാം. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 ഇൻപുട്ട് L, B. സ്റ്റെപ്പ് 3 P equal to 2 star L plus P, അതായത് 2 into L plus P. Then സ്റ്റെപ്പ് 4 A equal to L into B. സ്റ്റെപ്പ് 5 ഇത് രണ്ടും നമുക്ക് പ്രിൻറ്റ് ചെയ്യണം അല്ലേ. പ്രിൻറ്റ് P, A. സ്റ്റെപ്പ് 6 സ്റ്റോപ്പ്. ഇപ്പോൾ അൽഗോരിതം എങ്ങനെയാണ് എഴുതേണ്ടതെന്നെല്ലാം നമ്മൾ പാർട്ട് 2 and 3 പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ആ ഭാഗങ്ങളൊക്കെ കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു പാർട്ട് പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫ്ലോ ചാർട്ട്സ് വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഫ്ലോ ചാർട്ട്സിൻ്റെ സിമ്പിൾസ് എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്ന് വിശ്വസിക്കട്ടെ. ഫ്ലോ ചാർട്ട്സിൻ്റെ ആദ്യം നമുക്ക് വേണ്ടത് എന്താ? സ്റ്റാർട്ട് സിമ്പിളാണ്. സ്റ്റാർട്ട് സിമ്പിൾ വരച്ചു. ദെൻ ഇൻപുട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പാരലോഗ്രാം ആണ്. ഇൻപുട്ട് L, B. ഇനി അടുത്തത് എന്താ? ഒരു പ്രോസസ്സാണ് വരുന്നത്. P equal to L into B. അതുപോലെ തന്നെ A equal to L into B. ഇപ്പോൾ റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് നമ്മൾ ആ പ്രോസസ്സ് ഇൻഡിക്കേറ്റ് ചെയ്തു. ഇനി അടുത്തത് ഈ പെരിമീറ്ററും ഏരിയയും നമുക്ക് Pയും Aയും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പ്രിൻറ്റ് P, A. ദെൻ സ്റ്റോപ്പ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഫ്ലോ ചാർട്ട്സ് വരയ്ക്കാനായിട്ട് അല്ലേ. അതായത് ആ സിമ്പിൾസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫ്ലോ ചാർട്ട്സ് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തത്. സ്റ്റേറ്റ്മെൻറ്റ് 1, അതിനുശേഷം 2, ദെൻ 3, പിന്നീട് 4. ആ ഒരു രീതിയിലാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തത്, ഒന്നിന് പുറകെ ഒന്നായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയും. അതായത് സീക്വൻഷ്യൽ ആയിട്ടാണ് ഓരോ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു, പിന്നീട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നു, പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് ഡിസ്പ്ലേ ചെയ്യുന്നു, സ്റ്റോപ്പ് അല്ലേ. ഒരു സീക്വൻഷ്യൽ എക്സിക്യൂഷനാണ് അവിടെ നടക്കുന്നത്. $1 among 2 students. 2 സ്റ്റുഡൻസിൽ നിന്ന് ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരാളെ കണ്ടെത്തുക എന്നതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പ്രോഗ്രാം. ഇവിടെ ഹൈറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് നമുക്ക് വേണമെങ്കിൽ H1, H2 എന്ന് എടുക്കാം. അപ്പോൾ ഏതാണോ H1 ആണോ വലുത് H2 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ചെക്കിങ്ങിന് വേണ്ടി സിമ്പിൾ ഈ ഫ്ലോപ്പ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ അൽഗോരിതം എങ്ങനെയാണ് വരുന്നത്? സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 H1ഉം H2ഉം ഇൻപുട്ട് ചെയ്യുക. ഇൻപുട്ട് H1, H2. സ്റ്റെപ്പ് 3 നമുക്കിത് ചെക്ക് ചെയ്യണം, കമ്പയർ ചെയ്യണം അല്ലേ. ഇഫ് H1 greater than H2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ H1 ആണ് വലുതെങ്കിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? H1 ആണ് ഹൈറ്റ് ഉള്ള കുട്ടി എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ H1 ആണ് ഇവിടെ ഹൈറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ പ്രിൻറ്റ് H1. എൽസ് H1 greater than H2 എന്ന കണ്ടീഷൻ അല്ല, അതായത് ഇവിടെ H2 ആണ് വലുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൽസ് ലൂപ്പിലേക്കാണ് പോവേണ്ടത് അല്ലേ. അപ്പോൾ എൽസ് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? പ്രിൻറ്റ് H2. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഫ്ലൂപ്പ് ഇവിടെ അവസാനിക്കുകയാണല്ലേ. ഇനി നമുക്ക് ഈ ഫ്ലൂപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? സ്റ്റെപ്പ് 7 എൻഡ് ഓഫ് ഇഫ്. ദെൻ സ്റ്റെപ്പ് 8 സ്റ്റോപ്പ്. ഇത്രയുമാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഫ്ലൂപ്പ് ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സ്റ്റെപ്പ് 3 ഈ ഫ്ലൂപ്പ്. ദെൻ ഒരെണ്ണം H1 ഡിസ്പ്ലേ ചെയ്തു. ദെൻ എൽസ്. അപ്പോൾ എഴുതുമ്പോൾ ഇതേ രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. എൽസ് ലൂപ്പ് സ്റ്റെപ്പ് 5 വരുന്നത്. ദെൻ അതിൻ്റെ റിസൾട്ടാണ് പ്രിൻറ്റ് H2. ഇതിന് ശേഷം നമ്മൾ ഈ ഫ്ലൂപ്പ് അവിടെ ക്ലോസ് ചെയ്യുന്നു. എൻഡ് ഓഫ് ഇഫ്. അടുത്തതായിട്ട് ഈ അൽഗോരിതത്തിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് സിമ്പിൾ വരച്ചു, പിന്നീട് ഇൻപുട്ട് റീഡ് ചെയ്യുക, പിന്നീട് ഇൻപുട്ട് നൽകുക, അതായത് ഇൻപുട്ട് H1, H2. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് അല്ലേ. ഇഫ് H1 greater than H2. ഇതൊരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്.
അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്താ? റോംബസിൻ്റെ സിമ്പിൾ, അതായത് ഡിസിഷൻ സിമ്പിളാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ. അപ്പോൾ ഈസ് H1 ഗ്രേറ്റർ ദാൻ H2. അപ്പോൾ H1 ഗ്രേറ്റർ ദാൻ H2 ആണ്, അതായത് യെസ് ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? H1 അവിടെ ഡിസ്പ്ലേ ചെയ്യണം. അതല്ല നോ ആണെങ്കിലോ പ്രിൻറ്റ് H2. H2 അല്ലെങ്കിൽ H1 പ്രിൻറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രോഗ്രാം അവിടെ അവസാനിക്കും. അപ്പോൾ സ്റ്റോപ്പ് എഴുതുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് മനസ്സിലാക്കാം H1 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്റ്റോപ്പിലേക്കാണ് പോകേണ്ടത് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഫ്ലോ ലൈൻസ് വരയ്ക്കുമ്പോൾ H1 കഴിഞ്ഞാലും H1 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്റ്റോപ്പിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഇവിടെ ഫ്ലോ ലൈൻസ് വരയ്ക്കുന്നതിനായിട്ട്. അതായത് H2 ആണെങ്കിൽ H2 പ്രിൻറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അതുപോലെ H1 ആണെങ്കിൽ H1 പ്രിൻറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ എക്സിക്യൂഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ യെസ് ആണെങ്കിൽ ഒരു പാർട്ട് പ്രിൻറ്റ് ചെയ്യുന്നു, നോ ആണെങ്കിൽ മറ്റൊരു ഭാഗമാണ് അവർ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതായത് ഈ ഒരു രീതിയിലാണ് ഈ സ്ട്രക്ചർ വരുന്നത്. ഈ സ്ട്രക്ചറിന് നമുക്ക് സെലക്ഷൻ സ്ട്രക്ചർ എന്ന് പറയും. അതായത് കണ്ടീഷൻ ട്രൂ ആണെന്ന് നോക്കുന്നു, ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നീട് ഈ 1ഉം 2ഉം 2ഉം എക്സിക്യൂട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് 3യിലേക്ക് പോകുന്നു. അതായത് ഇപ്പം നമ്മുടെ നേരത്തെ എക്സാമ്പിളിൽ ഈ ഒരു എക്സാമ്പിളിൽ യെസ് ആണെങ്കിൽ പ്രിൻറ്റ് H1 ആണ്, നോ ആണെങ്കിൽ പ്രിൻറ്റ് H2 ആണ്. ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒന്നും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്കാണ് പ്രോഗ്രാമിൻ്റെ ഫ്ലോ പോകുന്നത്, പ്രോഗ്രാം എക്സിക്യൂഷൻ. അടുത്തൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. എക്സാമ്പിൾ 3.5 ടു പ്രിൻറ്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 100. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാം. അതിൻ്റെ അൽഗോരിതം ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 n = 1. ഇനിഷ്യലി നമ്മൾ n-ന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. നമുക്കറിയാം ആദ്യം തന്നെ 1 തുടങ്ങി 100 വരെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ n-ൻ്റെ വാല്യൂ 1 അവിടെ പ്രിൻറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ n-ൻ്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അതായത് ഒരു വാല്യൂ കൂടി ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, n = n+1. ഓക്കെ, 1 എന്ന് പറയുന്ന നമ്പർ ഈ ഒരു സ്റ്റെപ്പ് കഴിയുന്നതോടുകൂടി 2 ആയിട്ടുണ്ടാവും. അടുത്ത സ്റ്റെപ്പ് 5 നോക്കൂ. ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ദെൻ ഗോ ടു സ്റ്റെപ്പ് 3. n-ൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയെങ്കിൽ സ്റ്റെപ്പ് 3യിലേക്ക് പോവുക. അതായത് വീണ്ടും എന്ത് ചെയ്യുന്നു? n-ൻ്റെ വാല്യൂ 100 ആകുന്നത് വരെ എന്ത് ചെയ്യും? ഈ ലൂപ്പ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് 1 to 100 വരെ പ്രിൻറ്റ് ചെയ്യും. ഇനി n-ൻ്റെ വാല്യൂ 100-നേക്കാളും കൂടുതലാകുമ്പോൾ ഇവിടെയുള്ള ഈ കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ എന്തായാലും സ്റ്റെപ്പ് 3യിലേക്ക് പോകില്ല, പകരം സ്റ്റോപ്പ്. സ്റ്റെപ്പ് 7 സ്റ്റോപ്പ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അൽഗോരിതം ഇതാണ്. ഇനി ഈ അൽഗോരിതത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് കൂടി നമുക്ക് നോക്കാം. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട്. അടുത്ത സ്റ്റെപ്പ് എന്താ? n = 1. n = 1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം അസൈൻമെൻറ്റ് ഒക്കെ ഏതെങ്കിലും ഒരു വാല്യൂ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നതെല്ലാം പ്രോസസ്സായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് പ്രോസസ് സിമ്പിൾ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് പ്രിൻറ്റ് n-ൻ്റെ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് സിമ്പിളാണ്, പ്രിൻറ്റ് n. പിന്നീട് എന്താ? n = n+1. വീണ്ടും ഒരു പ്രോസസ് സിമ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, n = n+1. ഇനി അടുത്തത് ഒരു കണ്ടീഷൻ ചെക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100, യെസ് ഓർ നോ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ റോംബസ് ഉപയോഗിച്ചു, ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ ആണ് ഉപയോഗിച്ചത്. ഈസ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. യെസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് 3യിലേക്ക് പോവുക. അതായത് n പ്രിൻറ്റ് ചെയ്യുക, n പ്രിൻറ്റ് ചെയ്യുക. നോ ആണെങ്കിലോ സ്റ്റോപ്പ്. സെറ്റ്. വളരെ എളുപ്പത്തിന് നമ്മൾ അൽഗോരിതം എഴുതി, അൽഗോരിതത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ട് വരച്ചു. ഇവിടെ ലൂപ്പാണ് എക്സിക്യൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. ലൂപ്പിൽ എന്തായാലും ഒരു കണ്ടീഷൻ ചെക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇവിടുത്തെ കണ്ടീഷൻ ചെക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. n-ൻ്റെ വാല്യൂ 100-നേക്കാളും ചെറുതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ ചെക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. മാത്രമല്ല ഇവിടെ n-ന് നിങ്ങൾ 1 എന്ന് പറയുന്നൊരു വാല്യൂ നൽകി. ഈ n എന്ന് പറയുന്നതാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ വേരിയബിളിന് ഇനിഷ്യലി നമ്മൾ എന്തായാലും ഒരു വാല്യൂ അസൈൻ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ഇനിഷ്യലൈസേഷൻ ഇൻസ്ട്രക്ഷൻ. ഇവിടെ ഈ ലൂപ്പിൽ n = 1 എന്നുള്ളതാണ് നമ്മുടെ ഇനിഷ്യലൈസേഷൻ ഇൻസ്ട്രക്ഷൻ. അതുപോലെ n = n+1 ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? n-ൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, അതായത് n-ൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. ഇവിടെ n = n+1 എന്നുള്ളതാണ് അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ ലൂപ്പിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ പ്രിൻറ്റ് n എന്ന് പറയുന്നതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ലൂപ്പിൻ്റെ ബോഡി എന്ന് പറയുന്നത് n ഡിസ്പ്ലേ ചെയ്യുക എന്നതാണ്. ഇതൊക്കെയാണ് ലൂപ്പിൽ വരുന്ന കാര്യങ്ങൾ. മാത്രമല്ല ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ ആദ്യം വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു, പിന്നീട് n അവിടെ പ്രിൻറ്റ് ചെയ്തു, അതിനുശേഷം വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്യുന്നത്. n-ൻ്റെ വാല്യൂ
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ എന്ന കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ലൂപ്പിൻ്റെ അവസാനം വരുമ്പോഴാണ്. അതായത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ സെയിം അൽഗോരിതം തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ റീറൈറ്റ് ചെയ്ത് എഴുതാം, വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 n ഈക്വൽ ടു 1 നമ്മുടെ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ആണിത്. സ്റ്റെപ്പ് 3 റിപ്പീറ്റ് സ്റ്റെപ്പ് 4 and 5 while n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആകുന്നത് വരെ എന്ത് ചെയ്യുക? 4ഉം 5ഉം എക്സിക്യൂട്ട് ചെയ്യുക. 4ഉം 5ഉം എന്താ? n പ്രിന്റ് ചെയ്യുന്നു, പിന്നീട് എന്നിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, n ഈക്വൽ ടു n+1, ദെൻ സ്റ്റോപ്പ്. ഇതാണ് നമ്മുടെ അൽഗോരിതം. ഇനി ഈ അൽഗോരിതത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് കൂടി നമ്മളോട് വരച്ചു. ഇപ്പോൾ സ്റ്റാർട്ട് n ഈക്വൽ ടു 1. ഇവിടെ നോക്കൂ, ഈസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100, എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ യെസ് ആണെങ്കിൽ n അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ഇനിഷ്യലി നമുക്കറിയാം എന്നിൻ്റെ വാല്യൂടെ 1 ആണ്. അപ്പോൾ എന്തായാലും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് യെസ് ആണ് ലഭിക്കുന്നത്, അല്ലേ? 1 ആണ്, അത് 100-നേക്കാളും ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? എന്നിൻ്റെ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു, അതായത് 1 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? എന്നിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അതായത് തൊട്ടടുത്ത സ്റ്റെപ്പ് വരുമ്പോഴേക്കും 1ൽ നിന്ന് എന്നിൻ്റെ വാല്യൂ 2 ആയിട്ട് മാറിയിട്ടുണ്ടാവും. വീണ്ടും ചെല്ലുന്നു, എന്നിൻ്റെ വാല്യൂ 2 ആണ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണ്. വീണ്ടും 2 പ്രിന്റ് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ 3 ആകുന്നു. ഈ ഒരു രീതിയിലാണ് ഇവിടെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇനി എപ്പോഴാണ് ഈ ലൂപ്പിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നത്? എന്നിൻ്റെ വാല്യൂ 100-നേക്കാളും വലുതാകുമ്പോൾ, അതായത് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ 101 ആകുന്ന കേസിൽ കണ്ടീഷൻ ഫോൾസ് ആകും, അതായത് നോ ആണെങ്കിൽ സ്റ്റോപ്പ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ ഒരു അൽഗോരിതവും ഈ അൽഗോരിതവും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ കണ്ടീഷൻ എവിടെയാണ് ചെക്ക് ചെയ്തത്? ലൂപ്പിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് ലൂപ്പിൻ്റെ ബോഡി അവർ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഇവിടെ തന്നെ കണ്ടീഷൻ ഫോൾസ് ആയി മാറിയാലോ? സപ്പോസ് നമ്മുടെ എന്നിൻ്റെ വാല്യൂ നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി നൽകിയത് ഒരു 101 ആണെന്ന് വിചാരിക്കുക, കൊടുത്ത വാല്യൂ നിങ്ങൾ തെറ്റിപ്പോയെന്ന് വിചാരിക്കുക. 101 ആണെങ്കിൽ ഇനിഷ്യലി തന്നെ എന്ത് ചെയ്യും? സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്, അതായത് ലൂപ്പ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യില്ല, കാരണം കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ലൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമാണ് നമ്മൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ലൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണിത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അതായത് എൻട്രി കൺട്രോൾഡ് ലൂപ്പിൽ എക്സിക്യൂഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനിഷ്യലൈസേഷൻ, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ യെസ് ആണെങ്കിൽ ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു, പിന്നീട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, നോ ആണെങ്കിലോ സ്റ്റോപ്പ്. ഈ ഒരു രീതിയിലാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ട് ടൈപ്സ് ഓഫ് ലൂപ്പ് നമ്മൾ പഠിച്ചു, എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. ഇനി അവ തമ്മിലുള്ളൊരു കമ്പാരിസൺ ടേബിൾ കൂടി നമുക്ക് നോക്കാം, അല്ലേ? എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി ബോഡി. അതായത് ബോഡി എക്സിക്യൂഷൻ നടക്കുന്നതിന് മുൻപ് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കൂ, കണ്ടീഷൻ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നു, യെസ് ആണെങ്കിലാണ് നമ്മുടെ ബോഡി ഓഫ് ലൂപ്പിലേക്ക് കൺട്രോൾ പോകുന്നത്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എങ്ങനെയാണ്? കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദി ബോഡി എക്സിക്യൂട്ട് ചെയ്ത ശേഷമാണ് നമ്മളവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ നോക്കൂ, എന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു, n ഡിസ്പ്ലേ ചെയ്തു, എന്നിൻ്റെ വാല്യൂ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്ത ശേഷം ഏറ്റവും അവസാനമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതായത് കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ബോഡി. ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പോയിന്റ് നോക്കാം, ബോഡി മേ നെവർ ബി എക്സിക്യൂട്ടഡ്. ചില കേസിൽ ബോഡി ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യില്ല. അതെങ്ങനെയാണ്? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നിൻ്റെ വാല്യൂ 101 ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ബോഡി ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമോ? ഇല്ല. നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിലാണെങ്കിലോ ബോഡി വിൽ ഷ്യൂർലി ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു പ്രാവശ്യം എന്തായാലും ഇവിടെ ബോഡി എക്സിക്യൂട്ട് ചെയ്തിരിക്കും. കാരണം എന്താ? ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്നിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അതിന് ശേഷമാണ് നമ്മൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പിലേക്ക് പോകും, യെസ് ആണെങ്കിൽ വീണ്ടും എന്നിൻ്റെ വാല്യൂടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും എന്ത് ചെയ്തിരിക്കും? ബോഡി അവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അടുത്തൊരു പോയിന്റ്, എൻട്രി കൺട്രോൾഡ് ലൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ suitable when skipping of the body from being executed is required. അതായത് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതൊന്ന് സ്കിപ്പ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ആ ബോഡി എക്സിക്യൂട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ബോഡി എക്സിക്യൂട്ട് ചെയ്യേണ്ട. ആ ഒരു സിറ്റുവേഷൻസിലാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് suitable when normal execution of the body is to be ensured. അതായത് നോർമൽ എക്സിക്യൂഷൻ ഓഫ് ദ ബോഡി എന്തായാലും നമുക്ക് ഉറപ്പാക്കണം.
എന്തായാലും വൺ ടൈമെങ്കിലും ആ ബോഡി എക്സിക്യൂഷൻ എന്തായാലും ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിനാണ് നമ്മൾ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. ക്ലാസ്സിൽ ഫ്ലോ ചാർട്ട്സിൻ്റെ എക്സാമ്പിൾസ് ആണ് പഠിച്ചത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്താണെന്നും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്താണെന്നും പഠിച്ചു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചെറിയൊരു ഹോംവർക്ക് പോലെ തന്നിരുന്നു, ആരും കമൻറ്റ് ചെയ്ത് കണ്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒത്തിരി ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലോ ചാർട്ട്സുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതായത് ചോദ്യങ്ങൾ നോക്കുക, അതിൻ്റെ അൽഗോരിതം എഴുതുക, അൽഗോരിതത്തിനനുസരിച്ചിട്ടുള്ള ഫ്ലോ ചാർട്ട്സ് തനിയെ വരയ്ക്കാനായിട്ട് നോക്കുക. അങ്ങനെ കുറച്ചധികം നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൽ ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തനിയെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ക്ലാസ് നിങ്ങളുടെ +1 പഠിക്കുന്ന ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്